നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇനിയൊരു മാസത്തിനുള്ളിൽ തന്നെ അമേരിക്കയുടെ അധികാരം ഏറ്റെടുക്കും. ജനുവരി 20 ഈ കാലയളവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രാധാന്യമേറിയ പ്രസ്താവനകളും വാക്പോരുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ കാലഘട്ടത്തിൽ താമസിക്കുന്നത് ഫ്ലോറിഡയിലെ മാറാലാഗോ എന്ന പ്രദേശത്താണ്. അവിടെ ഒരു റിസോർട്ട് പോലെയുള്ള ഒരു ഭവനമുണ്ട് അദ്ദേഹത്തിന്. അവിടെ പല രാഷ്ട്ര നേതാക്കന്മാര്, സിഇഒമാര് തൊട്ട് അവിടെ വരുന്നു. അവരെ അതിനുശേഷം ഇപ്പം കാനഡ പ്രൈം മിനിസ്റ്ററിനൊക്കെ അദ്ദേഹം അവഹേളിച്ചത് ഗവർണർ, ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനക്കാരനൊക്കെ ആയിട്ടാണ് അവഹേളിച്ച് വിട്ടത്. അങ്ങനെ വളരെയധികം ഡെവലപ്മെന്റ്സ് ആണ് ഓരോ ദിവസവും ഈ ഭരണത്തിൽ ഇരിക്കുന്നത്. കാരണം ഈ 4 വർഷം അദ്ദേഹം എന്തൊക്കെ ചെയ്യുമെന്നതിനെ കുറിച്ച് ആശങ്കയും ആകുലതയും, എന്നാൽ പ്രതീക്ഷയും പ്രത്യാശയും രണ്ട് ഭാഗത്തായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അടുത്ത് ഇന്ന് വന്നിരിക്കുന്ന വിഷയങ്ങള്, മാറ്റ് ഗേറ്റ്സ്, അദ്ദേഹത്തിന്റെ നിയമകാര്യമന്ത്രി, അറ്റോർണി ജനറൽ, അമേരിക്കയുടെ നിയമകാര്യം ഇനി ഈ ട്രംപിന്റെ ഭരണകൂടത്തിൽ ഇദ്ദേഹത്തിനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. മാറ്റ് ഗേറ്റ്സിനെ കുറിച്ച് വളരെയധികം വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് ഈ ദിവസങ്ങളിൽ വന്നിരുന്നത്. കഴിഞ്ഞൊരു മാസം അദ്ദേഹത്തിനെ US കോൺഗ്രസിൽ നിന്ന് പുറത്താക്കൽ, സെനറ്റിൽ നിന്നും പുറത്താക്കൽ, അങ്ങനെയുള്ള ഇത് അദ്ദേഹം രാജിവെച്ച് ഇറങ്ങേണ്ടി വന്നു. കാരണം അദ്ദേഹം പല ഡ്രഗ് കേസ് മുതൽ ലൈംഗിക ആരോപണങ്ങൾ വരെ, കുറവുള്ള പെൺകുട്ടികളുമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ വരെ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഇനിയുള്ളത് അദ്ദേഹത്തിന് ഒരു കൺഫർമേഷന് പോകണം. കോൺഗ്രസിലും സെനറ്റിൽ നിന്നൊക്കെ അവരുടെ കൺഫർമേഷൻ. അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ള, അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ളവർ വരെ അദ്ദേഹത്തിന് അങ്ങനെയൊരു ഇതിലൂടെ കടന്നുപോയി ജയിച്ചു വരാൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് സംശയം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം അത്രയും വലിയ ആരോപണങ്ങളാണ് മാറ്റ് ഗേറ്റ്സ് എന്ന അറ്റോർണി ജനറലിനെതിരെ വന്നിരിക്കുന്നത്. വേറെ ഒരു ഡെവലപ്മെന്റ് ഇന്ന് വന്നിരിക്കുന്നത് പനാമ കനാല് ഒരു കരാറ് പ്രകാരം ജിമ്മി കാർട്ടർ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പനാമ എന്ന രാജ്യത്തിന് കൊടുക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന ഈ ഓരോ കപ്പൽ കടന്നു പോകുമ്പോഴും അതിന് ഫീസ് കൊടുക്കണം, ചാർജസ് ഉണ്ട്. അതൊക്കെ പനാമ എന്ന രാജ്യമായിരുന്നു എടുത്തത്. അത് നിർമ്മിച്ചതൊക്കെ അമേരിക്കയുടെ പങ്ക് കൂടിയിട്ടാണെങ്കിലും സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾക്ക് അതിൽ വലിയൊരു സ്ഥാനമുണ്ട്. കാരണം അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഇന്ന് വളരെ ബ്ലണ്ടായിട്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്, പനാമ കനാല് അമേരിക്ക തിരിച്ചു പിടിക്കും. പനാമ കനാലും അതിന്റെ ചുറ്റുഭാഗത്തുള്ള ഗ്രീൻലാൻഡും അമേരിക്കയുടെ അധീനതയിൽ, അത് പണം കൊടുത്ത് വാങ്ങും എന്ന പോലെയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനെതിരെ ആയിട്ട് ഇപ്പൊ ഹുസേ എന്ന് പറഞ്ഞ പനാമയുടെയും കൊളംബിയയുടെ ഒക്കെ പല സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളും ഇതിന് എതിർപ്പുമായിട്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും അത് അവസാനിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഭരണത്തിൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ കടമെടുക്കൽ പരിധിയുമായിട്ട് വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അമേരിക്ക എത്തിപ്പെട്ടു. കാരണം പണം കടമെടുക്കാത്ത സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ശമ്പളം മുതൽ പെൻഷൻ തൊട്ട് എല്ലാം നിർത്തലാകും. കടമെടുക്കൽ പരിധി ഇതായില്ലെങ്കിൽ, ഈ ഉയർത്തിയില്ലെങ്കിൽ. ആ ഒരു സാഹചര്യത്തിൽ എലോൺ മസ്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടത്തിയ കുറച്ച് പ്രസ്താവനകൾ പലരെയും അലോസരപ്പെടുത്തി. പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള രാഷ്ട്രീയക്കാര്. അവരുടെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ, എലോൺ മസ്കിനെ പോലെയുള്ള ഒരു ബിസിനസ്സുകാരൻ എന്തിന് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഇങ്ങനെയുള്ള നയങ്ങളിൽ വന്ന് അഭിപ്രായം പറയുന്നു? എന്നാൽ അത് സൂചിപ്പിക്കുന്നത് എലോൺ മസ്കിന് ട്രംപിന്റെ ഭരണത്തിലുള്ള ഒരു എത്രമാത്രം ഹോൾഡ് ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അവസാന നിമിഷം പാതിരാത്രി 12 മണിക്കാണ് ഇവരെല്ലാവരും തീരുമാനത്തിലെത്തി അമേരിക്കയുടെ കടമെടുക്കൽ പരിധി വർദ്ധിപ്പിച്ച് അതിനൊരു പരിഹാരം അന്ന് കണ്ടെത്താൻ സാധിച്ചത്. അതുപോലെ തന്നെ എലോൺ മസ്കിന്റെ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ 3 കമ്പനികളാണ് ഫേമസ് ആയിട്ട്. ടെസ്ല ഒരു ഇലക്ട്രിക് കാർ നിർമ്മിക്കുന്നു. ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് ആ കാറിന്റെ വിപണി
മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് 330 മൈല്, ഏറ്റവും കൂടിയ മോഡൽ വൈ എന്ന് പറഞ്ഞാൽ 330 മൈൽ, ഏകദേശം ഒരു 550-600 കിലോമീറ്ററോളം ഒറ്റ ചാർജിങ്ങിൽ പോകുന്ന കാറ്. അത് അമേരിക്കയിൽ തന്നെ മാറ്റമുണ്ടാക്കി, ലോകം മൊത്തം മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം സ്പേസ് എക്സ് ചൊവ്വയിലേക്കും മറ്റ് ഗ്രഹങ്ങളിലേക്കൊക്കെ ആൾക്കാർ വിടുന്ന സ്പേസ് എക്സ്പ്ലോറേഷന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പദ്ധതി. അത് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ റീയൂസബിൾ റോക്കറ്റ് മേലേക്ക് വിട്ടിട്ട് അത് തിരിച്ചു വരുന്ന ഒരു ഇത്. പിന്നെ ന്യൂറാലിങ്ക്, മനുഷ്യന്റെ തലയ്ക്കുള്ളിൽ ചിപ്പ് പിടിപ്പിക്കാവുന്ന അത്. ഇത് മൂന്നുമാണ് അദ്ദേഹത്തിന്റെ ഫേമസ് കമ്പനികൾ. പിന്നെ സൗരോർജ്ജമായിട്ട് ബന്ധപ്പെട്ടും എല്ലാ മേഖലകളിലും ഇദ്ദേഹം മാറ്റം കൊണ്ടുവരുന്നു, വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഈ ട്രംപ് നവംബർ 5 ജയിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ, എലോൺ മസ്കിന്റെ ആസ്തി ഏകദേശം 40% ഇരട്ടിയാകുന്ന രീതിയിലായി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. $400 ബില്യൺ, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആയി. അപ്പൊ ഇനി ട്രംപ് ഭരണത്തിലേറിയാല് അദ്ദേഹം എവിടെ എത്തും? $1 ട്രില്യൺ ആസ്തിയുള്ള വ്യക്തിയായി മാറുമെന്നാണ് പലരും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ട്രംപ് പലരും ഈ പ്രത്യേകിച്ച് ഇന്ന് വേറൊരു പ്രസ്താവനയും കൂടി ട്രംപ് ഇറക്കിയിരിക്കുന്നത്, സ്വവർഗരതി LGBT ഒക്കെ അമേരിക്കയിൽ നിയമപരമായി വന്നത് ബാരക് ഒബാമയുടെ കാലഘട്ടത്തിലാണ്. അതിന് നിയമസാധുത നൽകുകയും അതിന് അംഗീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇതിനെയെല്ലാം റിവേഴ്സ് ചെയ്യും. 15 വർഷമായിട്ട് ഈ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്ന LGBTQ ആ ഒരു നയത്തെ റിവേഴ്സ് ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് ട്രാൻസ്ജെൻഡർ, ലെസ്ബിയൻ, ഗെയ് ആ ഒരു വിഭാഗത്തെ ഇപ്പോഴുള്ള നിയമസാധുത എടുത്തു കളയും, ആണും പെണ്ണും മാത്രമെന്നുള്ളൊരു ഇതായിട്ട് മാറ്റുമെന്നാണ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം സുപ്രധാന തീരുമാനങ്ങളും പ്രസ്താവനകളുമാണ് ട്രംപ് ക്യാമ്പിൽ നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ, ഹാർവേഡ് തൊട്ട് യെയില്, എല്ലാ യൂണിവേഴ്സിറ്റികളും പറഞ്ഞിരിക്കുകയാണ് ജനുവരി 20 മുമ്പ് വെക്കേഷന് പോയിരിക്കുന്നവരുണ്ട്, ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷന്, എല്ലാവരോടും തിരിച്ചു വരണം ജനുവരി 20 മുമ്പ്. കാരണം ആർക്കും ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ട്രംപ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, അദ്ദേഹത്തിന്റെ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞ്. ആദ്യ ദിവസം തന്നെ പല എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിലും അദ്ദേഹം ഒപ്പുവെക്കുമെന്ന് അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതില് ഒന്ന്, ഇല്ലീഗൽ ഇമിഗ്രേഷൻ, അൺഡോക്യുമെന്റഡ് ആൾക്കാരെ വളഞ്ഞിട്ട് പിടിച്ച് പുറത്താക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുക? പിന്നെ യുദ്ധങ്ങള്, ഗാസയിലെ പിടിച്ചു വെക്കപ്പെട്ടിരിക്കുന്ന 100-ലധികമുള്ള ബന്ദികളുണ്ട്, ഹമാസ് പിടിച്ചു വെച്ചിരിക്കുന്നത്. അവരെ ജനുവരി 20 മുമ്പ് വിട്ടില്ലായിരുന്നുവെങ്കിൽ വലിയൊരു തിരിച്ചടി ഈ മധ്യപൂർവേഷ്യയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ ട്രംപ് ഇനി ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യാൻ പോകുന്നതെന്ന് ലോകം വളരെ ആശങ്കയോടെയും കുറെ വ്യക്തികൾ പ്രത്യാശയോടെയും നോക്കി കാണുകയാണ്. നമുക്കും പ്രത്യാശയോടെ നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്.